നമ്മളടുത്ത് മൊഡ്യൂൾ 1 റിവിഷനാണ് കിടക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഹീറ്റ് കണ്ടക്ഷനെ കുറിച്ചാണ്. അതിനകത്ത് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടി ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ നമുക്കറിയാം. സാധാരണ ഏതെങ്കിലും ഒരു മീഡിയം ഹീറ്റിന് ആവശ്യമുണ്ട്. ആ മീഡിയത്തിൽ ഒരു എലമെൻ്റൽ വോളിയം എടുത്താണ് നമ്മൾ ആദ്യം ഹീറ്റ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ആ എലമെൻ്റൽ വോളിയത്തിൻ്റെ സൈസാണ് dx dy dz. ഒരു ചെറിയ എലമെൻ്റൽ വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ എലമെൻ്റൽ വോളിയത്തിൽ നമ്മൾ എക്സ് ഡയറക്ഷൻ, എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ, എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തു. ആ എക്സ് വൈ ഇസഡ് ഡയറക്ഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടാണ് QX, QX, QY, QZ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസിൽ കൂടി, ഈ ഒരു എലമെൻ്റൽ വോളിയത്തിൻ്റെ ഈ ഒരു ഫേസിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹീറ്റാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റാണ് QX എന്ന് പറയുന്നത്. ഈ അടുത്തൊരു ഫേസ്, അതിന് പാരലായിട്ട് വരുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ഫേസിൽ കൂടി കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റാണ് QX പ്ലസ് DX. അതായത് QX DX ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ എത്രത്തോളം ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് QX പ്ലസ് DX ഡിനോട്ട് ചെയ്യുന്നത്. സിമിലർലി QY നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. QY എന്ന് പറയുന്നത് ഇവിടെയാണ് y ഡയറക്ഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഈ ഒരു ഫേസിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹീറ്റാണ് QY എന്ന് പറയുന്നത്. ആ QY DY ഡിസ്റ്റൻസ് മാറുമ്പോൾ എത്ര ചേഞ്ച് ആവുന്നതാണ് QY പ്ലസ് DY ഡിനോട്ട് ചെയ്യുന്നത്. സിമിലർലി QZ എന്ന് പറയുന്നത് QZ പ്ലസ് DX. ഓക്കെ, അതാണ് കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ QXൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. QXൻ്റെ ഇക്വേഷൻ നമുക്ക് നമ്മുടെ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പറയുന്നതാണ്. ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ, കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിനും അതുപോലെ തന്നെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏരിയയ്ക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഏത് ഡയറക്ഷനിലാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലുള്ള പെർപെൻഡിക്കുലർ ഏരിയ. QX ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹീറ്റെങ്കിൽ ആ ഹീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ, അതായത് ഈ ഏരിയയിൽ കൂടിയാണ് അത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഈ ഏരിയയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഏരിയ എന്ന് പറയുന്നത് DY ഇൻറ്റു DZ ആണ് ആ ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയ തന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏരിയ. സോ DY ഇൻറ്റു DZ ആണ് ആ ഏരിയ. സോ QX ഈക്വൽ ടു DY ഇൻറ്റു DZ ഇൻറ്റു DT ബൈ DX ആണ് നമ്മുടെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഏരിയയ്ക്കും ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ആണ്. അപ്പോൾ DT ബൈ DX വരും. ഇത് d tau എന്ന് പറയുന്നത് നമ്മൾ പെർ യൂണിറ്റ് ടൈമാണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് d tau കൊണ്ട് മൾട്ടിപ്ലൈ. d tau എന്ന് പറയുന്നത് ആ ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ട സമയമാണ് d tau. ഓക്കെ, അപ്പോൾ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനിൽ -KX എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ X ഡയറക്ഷൻ ആണ്. -KX എന്ന് പറയുന്നത് സോ -KX dy by dx ഇൻറ്റു dt by dx ഇൻറ്റു d tau ആണ് QX എന്ന് പറയുന്നത്. അതുപോലെ തന്നെ QX പ്ലസ് DX എന്ന് പറയുന്നത് QX, അതായത് X ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്ത ഹീറ്റ് പ്ലസ്
ആ എക്സ് ഡയറക്ഷനിൽ വന്ന ചേഞ്ച് എത്രയാണ്, അതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യൂ എക്സ് ഡി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, എത്ര ചേഞ്ച് ക്യൂ എക്സിൽ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ടൈം ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടൈം നമ്മൾ വരച്ചു. ഇനി ചേഞ്ച് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ് ഹീറ്റ് കണ്ടക്ടർ അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത് ക്യൂ എക്സ് മൈനസ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് ആണ്. സോ എക്സ് പ്ലസ് ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യൂ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ക്യൂ എക്സിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ക്യൂ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് കെ എക്സ് ഡി ബൈ ഡി എസ് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ഇൻറ്റു ഡി ടൗ ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് ഇവിടെ നിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിൽ അക്യുമുലേറ്റ് ചെയ്ത ഹീറ്റ് എത്രയാണ്, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത ഹീറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. സോ ഡി ബൈ ഡി എക്സ് അതിനകത്ത് കോൺസ്റ്റൻറ്റുകളെല്ലാം പുറത്തേക്ക് എടുത്തു. ഡി വൈ ഡി സെഡ് ഡി ടൗ എന്നൊക്കെ കോൺസ്റ്റൻറ്റുകളാണ്. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇതിപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ളതാണ്. ഇപ്പോൾ വൈ ഡയറക്ഷനിലാണെങ്കിൽ അവിടെ എക്സിനൊക്കെ പകരം വരും, വൈ വരും. കോമൺ ആയിട്ട് ഈ ടേം എല്ലാത്തിനും ഉണ്ടാകും. അപ്പോൾ വൈ ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഡി ബൈ ഡി വൈ ഓഫ് കെ വൈ ഇൻറ്റു ഡി ടി ബൈ ഡി വൈ ഇൻറ്റു നമ്മുടെ കോമൺ ആയിട്ടുള്ള ടേം വരും. സിമിലർലി ഇസഡ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്ത ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ഇസഡ് ഓഫ് കെ ഇസഡ് ഇൻറ്റു ഡി ടി ബൈ ഡി ഇസഡ് ഇൻറ്റു കോമൺ ആയിട്ടുള്ള ടേം. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് ഡി വൈ ഡി ഇസഡ് ഡി ടൗ ഉള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത്. സോ ഇക്വേഷൻ പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് ഡി ടി ബൈ ഡി എക്സ് ഡി ബൈ ഡി വൈ ഓഫ് കെ വൈ ഇൻറ്റു ഡി ടി ബൈ ഡി വൈ ഡി ബൈ ഡി ഇസഡ് ഓഫ് കെ ഇസഡ് ഡി ടി ബൈ ഡി ഇസഡ് എന്ന് പറയും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് നെറ്റ് അക്യുമുലേറ്റഡ് ഹീറ്റ് ഇൻ ദ എലമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് എത്ര ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഹീറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ ജനറേറ്റ് ചെയ്യുന്ന ആകെ ഹീറ്റാണ് ക്യൂ ജി എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ ജി ഈക്വൽ ടു സ്മോൾ ക്യൂ ജി. ക്യൂ ജി എന്ന് പറയുന്നത് പെർ യൂണിറ്റ് വോളിയം. പെർ യൂണിറ്റ് വോളിയത്തിൽ എത്ര ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്യൂ ജി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. സോ സ്മോൾ ക്യൂ ജി ഇൻറ്റു ഡി വൈ ഡി സെഡ് ഡി എക്സ് ആണ് ടോട്ടൽ വോളിയം. അപ്പോൾ പെർ യൂണിറ്റ് വോളിയത്തിന് ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഹീറ്റ് എത്രയാണ് എന്ന് കിട്ടും. ഹീറ്റ് ടോട്ടൽ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണെന്ന് കിട്ടും. ഇത് ഡി ടൗ ചെയ്യുന്നത് പെർ യൂണിറ്റ് ടൈമിലാണ് നമ്മളെല്ലാം പറയുന്നത്. അപ്പോൾ ക്യൂ ജി പെർ യൂണിറ്റ് ടൈമിലാണ് അതിന് ഹീറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ജൂൾ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഡി ടൗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് അടുത്ത ഹീറ്റ് സ്റ്റോർഡ് ഇൻ ദ എലമെൻറ്റ്. ഹീറ്റ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഹീറ്റ് സ്റ്റോർഡ് എന്ന് പറയുന്നത് എം സി പി ഡെൽറ്റ ടി ആണ് നമ്മുടെ ഹീറ്റ് സ്റ്റോർഡ് എന്ന് പറയുന്നത്. അതായത് മാസിൻ്റെ സ്പെസിഫിക് ഹീറ്റിൻ്റെ ടെമ്പറേച്ചറാണ് ഹീറ്റ് സ്റ്റോർഡ് എന്ന് പറയുന്നത്. മാസ് ഈക്വൽ ടു മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് ചെയ്താൽ നമുക്ക് മാസ് കിട്ടും. സോ ഡെൻസിറ്റി ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻറ്റു വോളിയം ചെയ്യുമ്പോൾ എത്രയാണ് മാസ് എന്ന് കിട്ടും. ഇൻറ്റു സി, അത് കാണിച്ചിരിക്കുന്നത് സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദാറ്റ് എലമെൻ്റ് ആണ്. ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതാണ് ഡി ടി ബൈ ഡി ടൗ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നു എന്നുള്ള ഡി ടി ബൈ ഡി ടൗ ചെയ്യുന്ന
ഇത് d tau ആണ്. അപ്പോൾ നമുക്ക് എത്ര ഹീറ്റ് അതിനകത്ത് സ്റ്റോർ ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ നിത്യജീവിതത്തിൽ ഒരു ബാങ്ക് അക്കൗണ്ടായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അതായത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ് ക്യു എക്സ് എന്ന് വിചാരിക്കുക, വിഡ്രോ ചെയ്യുന്ന എമൗണ്ടാണ് ക്യു എക്സ് പ്ലസ് ഡി എക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ ക്യു എക്സ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ക്യു എക്സ് പ്ലസ് ഡി എക്സ് ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട്. അതുകൂടാതെ നമുക്ക് ബാങ്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് ആണ് ക്യു ജി എന്ന് പറയുന്നത്. സോ നമുക്ക് ബാക്കി കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടില്ല, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുന്നതിൻ്റെ എമൗണ്ടിൻ്റെ ഡിഫറൻസ് പ്ലസ് നമ്മുടെ ഹീറ്റ് ജനറേറ്റഡ് ആയിരിക്കും നമുക്ക് പുറത്തേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ എനർജി സ്റ്റോർ, അതായത് ബാക്കി നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത്. സോ സേവിങ്സ് എന്ന് പറയുന്നത് നെറ്റ് ഹീറ്റാണ്, നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ്, അതായത് നമ്മുടെ ക്യു എക്സ് മൈനസ് ക്യു എക്സ് പ്ലസ് ഡി എക്സിൻ്റെ ഡിഫറൻസ് പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ്, ആ കിട്ടുന്ന പലിശ, ഇതെല്ലാം കൂടി ചേർക്കുന്നതാണ് നമ്മുടെ നെറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. നെറ്റ് ഹീറ്റ് എന്ന് പറയുന്നതാണ് എനർജി സ്റ്റോർഡായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, എനർജി സ്റ്റോർഡാണ്. എല്ലാത്തിലും എനർജി സ്റ്റോർഡ് നമ്മളിവിടെ എഴുതി. എല്ലാത്തിലും ഡി എക്സ് ഡി വൈ ഡി സെഡ് ഡി ടൗ കോമൺ ആണ്. സോ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു എക്സ് ഡി വൈ ഡി സെഡ് ഡി ടൗ എന്ന് പറയുന്ന ടേം ക്യാൻസൽ ചെയ്തു നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ കിട്ടുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് കെ എക്സ് ഡോ ടി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് കെ വൈ ഇൻറ്റു ഡോ ടി ബൈ ഡോ വൈ പ്ലസ് ഡോ വൈ ഡോ ഇസഡ് ഓഫ് കെ ഇസഡ് ഇൻറ്റു ഡി ഡോ ടി ബൈ ഡോ ഇസഡ് പ്ലസ് ക്യു ജി ഇൻറ്റു ഡോ സി ഇൻറ്റു ഡോ ടി ബൈ ഡോ ടൗ. ഇതാണ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡോ ബൈ ഡോ എക്സിന് നമ്മൾ ഒരു വെക്ടർ ഓപ്പറേറ്റർ ഡെൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെൽ ഡോട്ട് കെ ഇൻറ്റു ഡെൽ ടി പ്ലസ് ക്യു ജി ഇൻറ്റു റോ സി ഇൻറ്റു ഡോ ടി ബൈ ഡോ ടൗ എന്ന് നമുക്ക് കിട്ടും. ആണ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ നോൺ ഹോമോജീനിയസ് മെറ്റീരിയൽ. നോൺ ഹോമോജീനിയസ് മെറ്റീരിയൽ എന്ന് പറയാൻ കാരണം ഹോമോജീനിയസ് മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എല്ലാം ഡയറക്ഷനിലും സെയിം ആയിരിക്കും, എല്ലാ പോയിന്റുകളിലും പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. അതായത് കെ എക്സ് കെ വൈ കെ ഇസഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അങ്ങനെ കെ എക്സ് കെ വൈ കെ ഇസഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഐസോട്രോപിക് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനെ മാറ്റി എഴുതാം. ഇക്വേഷൻ നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ടി ബൈ ഡോ എക്സിന് ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയറിന് എഴുതാൻ പറ്റും. കാരണം കെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. കെ എല്ലാത്തിനും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് ക്യു ജി ബൈ കെ എന്ന് നമ്മൾ എഴുതി. എല്ലാത്തിനും കെ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡ് സൈഡും കെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ റോ സി ബൈ കെ എന്ന് വരും ഇൻറ്റു ഡോ ടി ബൈ ഡോ ടൗ എന്ന് വരും. റോ സി ബൈ കെ ആണ് ആൽഫ എന്ന് പറയുന്ന തെർമൽ ഡിഫ്യൂസിവിറ്റി. ഓക്കെ, ആൽഫ എന്ന് പറയുന്ന തെർമൽ ഡിഫ്യൂസിവിറ്റി കെ ബൈ റോ സി. എത്രത്തോളം ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു ടു എത്രത്തോളം ഹീറ്റ് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എമൗണ്ടാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത്ര എഴുതിയാൽ നമ്മൾ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഇതാണ് നിങ്ങൾക്ക്
സൈഡ് പോളാർ കോർഡിനേറ്റിലുള്ള ഇക്വേഷനാണ് ഈ കണ്ടക്ഷൻ ഇക്വേഷൻ പോളാർ കോർഡിനേറ്റ്. ഓക്കെ, പോളാർ കോർഡിനേറ്റിൽ നമ്മൾ ഒരു സിലിണ്ടറിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിലിണ്ടറിൻ്റെ സെക്ഷനിൽ ഇത് ഒരു സിലിണ്ടറിക്കൽ വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു സിലിണ്ടറിൻ്റെ ഒരു സെക്ഷൻ. അതിനകത്ത് 3 ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒന്ന് അതിൻ്റെ റേഡിയൽ ഡയറക്ഷൻ, പിന്നെ അതിൻ്റെ ആക്സിയൽ ഡയറക്ഷൻ, ആക്സിയൽ ഡയറക്ഷൻ, കൂടാതെ അതിൻ്റെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. അങ്ങനെ 3 ഡയറക്ഷനിലാണ് നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയൽ ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റാണ് QR. ഈ സൈഡിൽ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റാണ് QR. ഈ ക്രോസ് സെക്ഷനിൽ കൂടി കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് QR. ഈ ക്രോസ് സെക്ഷനിൽ കൂടി പുറത്തേക്ക് വരുന്ന ഹീറ്റാണ് QR പ്ലസ് DR എന്ന് പറയും. നമ്മൾ നേരത്തെ ഇതുപോലെ QX പ്ലസ് DX എന്ന് പറയുന്ന പോലെ QR പ്ലസ് DR. അതുപോലെ തന്നെ Q5 ഈ ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റാണ് Q5. മറ്റൊരു ഡയറക്ഷനിൽ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഹീറ്റാണ് Q5 പ്ലസ് D5. നെക്സ്റ്റ് QZ ആക്സിയൽ ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റാണ് QZ. ആക്സിയൽ ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ് QZ പ്ലസ് DZ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. QR എന്ന് പറയുന്നത് QR ഈക്വൽ ടു മൈനസ് ഓഫ് KR, അതായത് ഇൻറ്റു ഹീറ്റ് കണ്ടക്ഷൻ ഇൻറ്റു ആ ഏരിയ. ഈ ഏരിയ എത്രയാണെന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. Q is equal to തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഈ സൈഡ് എന്ന് പറയുന്നത് RD5 ആണ്. അതായത് R is equal to റേഡിയസ് ടൈം ആംഗിൾ ആണ്. സോ RD5 ഇൻറ്റു DZ. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് DZ ആണ്. സൈഡ് DZ ആണ്. അപ്പോൾ സൈഡ് DZ ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് RD5 ഇൻറ്റു DZ എന്ന് വരും. ഇൻറ്റു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് T/r ഇൻറ്റു d ആണ് നമ്മുടെ ഹീറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതായത് അകത്തേക്ക് വരുന്ന ഹീറ്റാണ് ഹീറ്റ് ഇൻഫ്ലക്സ് എന്ന് പറയുന്നത്. ഹീറ്റ് ഇൻഫ്ലക്സ് എന്ന് പറയുന്നത് QR ആണ്. ഹീറ്റ് എഫ്ലക്സ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലക്സ് എന്ന് പറയുന്നത് QR പ്ലസ് DR, പുറത്തേക്ക് പോകുന്ന ഹീറ്റ്. സോ QR പ്ലസ് DR നമ്മൾ നേരത്തെ പറഞ്ഞു QR പ്ലസ് δ/δr ഓഫ് QR DR ആണ്. നമുക്കത് ഡിഫറൻസ് എടുക്കുമ്പോൾ നെറ്റ് ഹീറ്റ് അക്യുമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ D ഓഫ് QR ആണ്. ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ മൈനസ് δ/δr ഓഫ് മൈനസ് K RD5 DZ d/dr ഇൻറ്റു d ഇൻറ്റു DR എന്ന് വരും. ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ. അങ്ങനെ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. δ/δr ഓഫ് R dot T/δr എന്ന് വരും. δ/δr ഓഫ് R dot T/δr നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്താണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് R ഡയറക്ഷനുള്ള ഹീറ്റ് ഫ്ലക്സ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഹീറ്റ് എത്രയാണെന്ന് കിട്ടും. ഈ ടാൻജൻഷ്യൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഉള്ള ഹീറ്റാണ് Q5. പിന്നെ പുറത്തേക്ക് പോകുന്ന ഹീറ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റാണ് Q5 പ്ലസ് D5. അതുപോലെ നമുക്ക് കിട്ടുമ്പോൾ Q5 എന്ന് പറയുന്നത് ലാസ്റ്റ് ഇതുപോലെ കിട്ടും.
അപ്പോൾ ആർ ഡി ഫൈവ് ഡി സെഡ് ഡി ആർ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ സിംപ്ലിഫൈ ചെയ്തത്. ഇവിടെ ആറേ ഉള്ളൂ, ഇത് 1/r² ആക്കാൻ വേണ്ടിയാണ് r² ആയതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആറ് ഒരു എക്സ്ട്രാ വരുന്നുണ്ടാണ്. ഓക്കെ, അതുപോലെ ക്യൂ ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് ക്യൂ ഇസഡ് മൈനസ് ക്യൂ ഡാഷ് ഓഫ് ഇസഡ് പ്ലസ് ഡി ഇസഡ് ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ എക്സ്പ്രഷൻ കിട്ടും. നെറ്റ് ഹീറ്റ് അക്യുമുലേറ്റഡ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ സമ്മേഷനാണ് നെറ്റ് ഹീറ്റ് അക്യുമുലേറ്റഡ്. അങ്ങനത്തെ എല്ലാത്തിലും കെ എന്ന് പറയുന്ന ഹീറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പുറത്തേക്കെടുത്ത് കെ ഇൻറ്റു ആർ ഡി ആർ ഡി ഫൈവ് ഡി സെഡ് എന്ന് പറയുന്ന ടേം കോമൺ ആണ്. നെക്സ്റ്റ് ഈസ് ഹീറ്റ് ജനറേറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു യൂണിറ്റ് വോളിയത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റാണ് ക്യൂ ജി ഇൻറ്റു അതിൻ്റെ ഏരിയ ചെയ്ത് നമുക്ക് ടോട്ടൽ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ക്യൂ ജി ഇൻറ്റു ആർ ഡി ഫൈവ് ഡി സെഡ് ഇൻറ്റു ഡി ആർ ആണ് അതിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ഇൻറ്റു ഡി ടൗ ചെയ്യുമ്പോൾ എത്ര ഹീറ്റ് ജനറേറ്റ് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടും. അതായത് നമ്മുടെ ഹീറ്റ് ജനറേറ്റഡ് പ്ലസ് ഹീറ്റ് അക്യുമുലേറ്റഡ് ആണ് ഹീറ്റ് സ്റ്റോർഡ് എന്ന് പറയുന്നത്. ഹീറ്റ് സ്റ്റോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്യുമ്പോൾ മാസ് കിട്ടും ഇൻ സി പി ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് ഡി ടി ബൈ ടി ടൗ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് സി ഇൻറ്റു മാസ് ആണ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ലാസ്റ്റ് എക്സ്പ്രഷൻ വരുന്നത്. ആർ ഡി ഫൈവ് ഡി സെഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരും, അതിനെ ക്യാൻസലേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇൻറ്റു ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ ഇൻറ്റു 1/r ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ 1/r² ഡോ സ്ക്വയർ ടി ബൈ ഡോ ഫൈവ് സ്ക്വയർ ഡോ സ്ക്വയർ ടി ബൈ ഡോ സ്ക്വയർ ക്യൂ ജി ഇൻറ്റു റോ സി ഇൻറ്റു ഡോ ടി ബൈ ഡോ ടൗ എന്ന് നമുക്ക് കിട്ടും. പിന്നെ കെ കോമൺ ആണ്, കെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് അടുത്ത സൈഡ് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്താൽ ക്യൂ ജി ബൈ കെ സി ബൈ കെ എന്ന് കിട്ടും. റോ സി ബൈ കെ എന്ന് പറയുന്നത് 1/α ആണ്, അതായത് തെർമൽ ഡിഫ്യൂസിവിറ്റി, റെസിപ്രോക്കൽ ഓഫ് തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ് റോ സി ബൈ കെ എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെ ഒരു ഫോർമുലയാണ് നമുക്ക് കിട്ടുന്നത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഇതുപോലെ തന്നെ, സ്ഫെറിക്കൽ കോർഡിനേറ്റ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. നേരത്തെ സിലിണ്ടറിന് വരെ സ്ഫിയറിൻ്റെ ഒരു ഭാഗമായിരിക്കും അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തിൽ പിന്നെ പറയാം ഇന്നർ സർഫസ് ഓഫ് എ പ്ലെയിൻ ബ്രിക്ക് വാൾ അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്, ഔട്ടർ സർഫസ് 35 ഡിഗ്രി സെൽഷ്യസ്. അതൊരു ബ്രിക്ക് വാളാണ് കാണിച്ചിരിക്കുന്നത്. ആ ബ്രിക്ക് വാളിൻ്റെ ഒരു സൈഡിൽ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്, മറ്റൊരു സൈഡിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 220 mm ആണ്. തിക്നെസ് 220 mm. തെർമൽ കണ്ടക്ടിവിറ്റി 0.51 വാട്ട്സ് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെ ഒരു ബ്രിക്ക് വാളിന് കൂടിയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ മീറ്റർ സ്ക്വയർ, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ റേറ്റ് പെർ മീറ്റർ സ്ക്വയർ ഓഫ് ദ സർഫസ് ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ മൈനസ് ക്യൂ ഡി ടി ബൈ ഡി എക്സ് ആണ്. പിന്നെ ഡി ടി ബൈ ഡി എക്സ് ഡി ടി ബൈ ഡി എക്സ് എന്നുള്ളതിന് ഡി ടി ബൈ ഡി എക്സ് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ T2 മൈനസ് T1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 നമുക്ക് എഴുതാം. x2 മൈനസ് x1 എന്ന് പറയുന്നത് ഒരു വാളാണെങ്കിൽ ഇതാണ്
ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് x1, മറ്റൊരു റെഫറൻസ് പോയിന്റിൽ നിന്നുള്ള മറ്റൊരു ഡിസ്റ്റൻസ് ആണ് x2. സോ x1 മൈനസ് x2 എന്ന് പറയുന്നത് ഈ വാളിൻ്റെ തിക്നെസ് തന്നെയുണ്ട്. T2 മൈനസ് T1 എന്ന് പറയുന്നതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ നമുക്കതിവിടെ അപ്ലൈ ചെയ്താൽ dt/dx Q എന്ന് പറയുന്നത് Ka dt/dx ആണ്. Q equal to Ka dt/dx ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ആണ്. അതുകൊണ്ട് ഈ നമ്മൾ ഒട്ടേ താഴത്തേക്ക് കൊണ്ടുവരും. Q/A പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ അതിന് ഹീറ്റ് ഫ്ലക്സ് സ്മോൾ q എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ Q/A is equal to K into dt/dx എന്ന് എഴുതും. സോ ഈക്വൽ ടു K തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു dt T2 മൈനസ് T1 ഡിവൈഡ് ബൈ dx. dx നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തിക്നെസ് തന്നെ വരും L എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയായിട്ട് മൈനസ് കെ T1 മൈനസ് T2 ഡിവൈഡ് ബൈ L എന്ന് കിട്ടും. അപ്പോൾ മൈനസ് കെ ഉണ്ട്, ആ മൈനസ് കെ അകത്തേക്ക് വരുമ്പോഴാണ് T2 മൈനസ് T1 മാറി T1 മൈനസ് T2 വരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയത്തിൽ നിന്ന് കിട്ടുന്നു. ഓക്കെ, അടുത്തൊരു ഇതാണ് നമ്മൾ നേരത്തെ ഒരു ഫർണസ് വാളിൽ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ് ചെയ്തത്. അടുത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽ, ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള വാളാണെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്നുള്ളത് അടുത്ത് നോക്കുക. ഓക്കെ, ആ ഫർണസ് വാൾ എന്ന് പറയുന്നത് ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു ഫയർ ബ്രിക്കാണ്. ആ ഫയർ ബ്രിക്കിൻ്റെ തിക്നെസ്സാണ് 220 mm. അടുത്ത 150 mm കോമൺ ബ്രിക്ക്. ആദ്യത്തെ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ അത് കോമൺ ബ്രിക്കാണ്, അത് 150 mm ആണ് അതിൻ്റെ തിക്നെസ്. മൂന്നാമത്തെ മഗ്നീഷ്യം, മൂന്നാമത്തെ ലെയറിൽ മഗ്നീഷ്യം, നാലാമത്തെ ലെയർ സ്റ്റീൽ പ്ലേറ്റിംഗ്. ഇത്രയും കൂടി ചേർന്നൊരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ് നമ്മുടെ ഫർണസ് വാൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻസൈഡ് ടെമ്പറേച്ചർ, ഫർണസിൻ്റെ ഇൻസൈഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ഔട്ട്സൈഡ് സർഫസ് ടെമ്പറേച്ചർ 90 ഡിഗ്രി. ഔട്ട്സൈഡിലെ സർഫസ് 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ഹീറ്റ് ലോസ് പെർ യൂണിറ്റ് പെർ മീറ്റർ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാത്തിനും തെർമൽ കണ്ടക്ടിവിറ്റി വന്നിട്ടുണ്ട്. എല്ലാ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഇത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ പല ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഓരോ വാളിന് അല്ലെങ്കിൽ ഓരോ മെറ്റീരിയലിനും ഓരോ തെർമൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഓരോ തെർമൽ റെസിസ്റ്റൻസ് RTH ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ തെർമൽ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. RTH A എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് മെറ്റീരിയലിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് ആണ് RTH A. സെക്കൻഡ് മെറ്റീരിയലിൽ തെർമൽ റെസിസ്റ്റൻസ് ആണ് RTH B. മൂന്നാമത്തേൻ്റെയാണ് RTH C എന്ന് പറയുന്നത്. മൂന്ന് മെറ്റീരിയലാണുള്ളത്. അതിന് മൂന്ന് മെറ്റീരിയലിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ഇതുപോലെ കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ എല്ലാത്തിൻ്റെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് L/Ka ആയിരിക്കും. അതായത് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിനും അതുപോലെ തന്നെ കറണ്ടിന് നമ്മൾ ഒരുമിച്ച് കമ്പയർ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഹീറ്റ് ട്രാൻസ്ഫർ Q is equal to ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ I എന്ന് പറയുന്ന കറണ്ട് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത്
വോൾട്ടേജ് ഡിഫറൻസ് ഡിവൈഡ് ബൈ ആർ എന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്യൂ ഡെൽറ്റ ടി ബൈ ആർ, കറണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഡെൽറ്റ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാൽ ക്യൂ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ക്യൂ ഈക്വൽ ടു മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് എന്നാണ്. Okay, dt by dx change in temperature divided by difference dx ആണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേമിനെ മാറ്റിയത് സോ ക്യൂ ഈക്വൽ ടു കെ മൈനസ് കെ എന്ന് പറയുന്നത് കെ മാത്രം എഴുതി ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് T1 മൈനസ് T2 എന്ന് എഴുതി, മൈനസ് അകത്തേക്ക് കൊണ്ടുവന്നു T1 മൈനസ് T2 എന്ന് എഴുതി. ഇതിനകത്ത് T1 മൈനസ് T2 ബൈ എൽ അല്ലെങ്കിൽ ഡിഫറൻസ് x1 മൈനസ് x2 എന്ന് എഴുതും എൽ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് ആയിട്ട് എഴുതി. എന്നിട്ട് കെ എ എന്ന് പറയുന്നത് നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരും. കെ എന്ന് പറയുന്നത് താഴത്തേക്ക് കൊണ്ടുവന്നാൽ എൽ ഡിവൈഡ് ബൈ കെ എ എന്ന് വരും. സോ ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ എൽ ബൈ കെ എന്നത്. എൽ ബൈ കെ ആണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ആർ. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വന്നാൽ അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ ബൈ കെ എ ആണ്. മെറ്റീരിയൽ എ ആയതുകൊണ്ട് അതിന് എൽ എ ബൈ കെ എ എന്ന് എഴുതാം. എൽ എ ബൈ കെ എ. RTH of B, resistance of material B എന്ന് പറയുന്നത് LB by KB. RTH of C എന്ന് പറയുന്നത് LC by KC എന്ന് പറയും. KC into A. അങ്ങനെ RTH എല്ലാത്തിനും കണ്ടുപിടിച്ച് തെർമൽ കണ്ടക്ടിവിറ്റിയും തിക്നെസ്സുകളും എല്ലാം തന്നിട്ടുണ്ട്. തിക്നെസ് എല്ലാം നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യുക. അങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് എല്ലാം കിട്ടും. ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതെല്ലാ റെസിസ്റ്റൻസും സീരീസ് ആയതുകൊണ്ട് ആ റെസിസ്റ്റൻസ് എല്ലാം കൂടി കൂട്ടുക. ആ റെസിസ്റ്റൻസ് എല്ലാം കൂടി കൂട്ടി ലാസ്റ്റ് നമ്മുടെ ടോട്ടൽ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് ടോട്ടൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. നമ്മളിവിടെ കണ്ടിരിക്കുന്ന I ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ ടെമ്പറേച്ചർ ഡിഫറൻസ് T1 minus T4 divided by total temperature difference divided by total resistance ചെയ്യുക. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ചെയ്യുക. നമുക്ക് ഇത്രയാണ് ഹീറ്റ് ലോസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും കോമൺ ആയിട്ട് എ വരുന്നുണ്ട്. ഇതിനകത്ത് എല്ലാത്തിലും കോമൺ ആയിട്ട് എ വരുന്നുണ്ട്. എ 1 മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ അടുത്ത്. സോ പെർ യൂണിറ്റ് ഏരിയ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്ന് നമുക്ക് കിട്ടും.